എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. മൊബൈലിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ അതിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ദാറ്റ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീന് youtube.com സൈറ്റിൻ്റെ ഒരു സ്ക്രീനാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്കൊരു ജിമെയിൽ ID ആണ്. ഓക്കെ, അപ്പോൾ ജിമെയിൽ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ബിക്കോസ് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് youtube.com സൈറ്റാണ്. ഓക്കെ, ഈ സൈറ്റിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ലോഗ്ഡ് ഇൻ ആണ്. റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾക്ക് ഒരു നമ്മളെ പ്രൊഫൈൽ പിക്ചർ കാണാം. ഞാനിപ്പം പ്രൊഫൈൽ പിക്ചർ ഇടാത്തതുകൊണ്ട് എസ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ കാണാം. ആ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഓപ്ഷൻ ക്രിയേറ്റ് എ ചാനൽ, ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇമെയിൽ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ബിക്കോസ് എല്ലാവരുടെ അടുത്തും ഇമെയിൽ ID ഓൾറെഡി ഉണ്ടാവും. പിന്നെ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആയതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന വിൻഡോയിൽ നമുക്കിവിടെ നെയിം എന്ന് കാണാം. ഈ നെയിം എന്ന് പറയുന്നത് നമ്മളെ ചാനലിൻ്റെ പേര്. നമുക്ക് ചാനലിൽ എന്ത് പേരാണ് കൊടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൻ്റെ പേര് ക്രിയേറ്റർ സുഗു ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റർ സുഗു എന്നുള്ള പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഹാൻഡിൽ. അവിടെ ക്രിയേറ്റർ സുഗു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ ഞാൻ റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയി കിട്ടും. ഇല്ലെങ്കിൽ ആരെങ്കിലും ആ പേര് ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ ഒരു പേര് ഓൾറെഡി ആരോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് 23 എന്ന് കൊടുക്കുന്നത്, 2023 എന്നുള്ളത് ക്രിയേറ്റർ സുഗു 23 കൊടുക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് ക്രിയേറ്റർ സുഗു, ഹാൻഡിൽ @creator sugu 23 എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ ഇല്ലെങ്കിൽ ചാനലിൻ്റെ ലോഗോ, നമുക്കൊരു ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോഗോവും കൂടി ഈ ഒരു സ്പേസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇനിയും വേറൊരു സ്ഥലം കൂടിയുണ്ട്, അവിടെയും കൂടി നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചറും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് കോർണറിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ലോഗോ കൊടുക്കുന്ന സ്ഥലത്ത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ചാനൽ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ ബ്രാൻഡിങ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ബ്രാൻഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന 3 ഓപ്ഷനാണ്. ഒന്ന് പിക്ചർ, ഒന്ന് ബാനർ ഇമേജ്, ഒന്ന് വീഡിയോ വാട്ടർമാർക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ലോഗോ അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പ്രൊഫൈൽ പിക്ചറാണ് ഇടുന്നത്. പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് എൻ്റെ പിക്ചർ ഓൾറെഡി ക്രോപ്ഡ് ആണ്, അതുകൊണ്ട് ഡൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അവിടെ വന്നു. ഇനി ബാനർ ഇമേജിൽ
പറയാനുള്ളതെന്ന് വെച്ചാൽ ബാനർ ഇമേജ് പല സൈസാണ്. അതായത് മൊബൈലിൽ കാണുന്ന ഒരു ബാനറിൻ്റെ സൈസും അതുപോലെ കമ്പ്യൂട്ടറിൽ കാണുന്ന ഒരു സൈസും അതുപോലെ ടി വി കാണുന്ന സൈസും മൂന്ന് ഡിഫറെൻറ്റ് സൈസാണ്. അപ്പോൾ ബാനർ ഡിസൈൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ച ഒരു ബാനറുണ്ട്. ആ ബാനർ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാനർ അപ്ലോഡായി. ഓക്കെ, ഇനി വീഡിയോ മാർക്കിൽ നമുക്ക് നമ്മളെ ചാനലിൻ്റെ പേര് ഇല്ലെങ്കിൽ ചാനലിൻ്റെ ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസിലും ഡിഫോൾട്ടായിട്ട് ആ ഒരു വാട്ടർമാർക്ക് എല്ലാ വീഡിയോസിലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വാട്ടർമാർക്ക് ഇടാനും പറ്റും. ഓക്കെ, അത് നമ്മളെ ചോയ്സാണ്. തൽക്കാലം ഞാൻ ഇപ്പോൾ ഇവിടെ വാട്ടർമാർക്ക് ഇടുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ബേസിക് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ്. ബേസിക് ഇൻഫോയിൽ നെയിം ഓഫ് ദി ചാനൽ ക്രിയേറ്റർ സുഗു എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ക്രിയേറ്റർ സുഗു 23 എന്ന് വന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ചാനലിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ചാനലിൽ നമ്മൾ എന്താണ് അതായത് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ചാനലാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിനെ പറ്റി നമ്മൾ എന്തെല്ലാം ഐറ്റംസ് ആണ്, എന്തെല്ലാം കോണ്ടിനെൻ്റലാണോ അല്ലെങ്കിൽ ചൈനീസ് ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ കേരള ഫുഡാണോ, അത് എന്തെല്ലാം ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ലിങ്ക്സിൻ്റെ താഴോട്ട് ആഡ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു ആഡ് ലിങ്ക് ഓപ്ഷനിൽ നമുക്ക് നമ്മളെ ബാനറിൽ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ബാനറിൽ നമുക്ക് നമ്മളെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാനറിൽ ഈ പറയുന്ന ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിന്നെ വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലിങ്ക് നമുക്ക് ബാനറിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇനി പബ്ലിഷ് ആയിട്ടുണ്ട്. പബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സിൽ ആദ്യത്തെ ഓപ്ഷൻ ജനറൽ, അതായത് ഇവിടെ കാണിക്കുന്നത് $. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. ബട്ട് തൽക്കാലത്തേക്ക് ഞാൻ അത് മാറ്റുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ ചാനൽസ്, അത് ക്ലിക്ക് ചെയ്യാം. ഈ ചാനൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രി ഓഫ് റെസിഡൻസ് വരുന്നുണ്ട്. ഇത് പല യൂട്യൂബേഴ്സും ഈ ഒരു ഓപ്ഷൻ മിസ്സായി പോകുന്നുണ്ട്. ഈ മിസ്സായി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തൂല. ഓക്കെ, പിന്നെ നമ്മളെ പ്രോബ്ലം എന്തായിരിക്കും, നമ്മൾ വീഡിയോസിന് വ്യൂ കിട്ടുന്നില്ല. വ്യൂ കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് കാണുന്നത് കീവേഡ്സ്. ഈ കീവേഡ്സിൻ്റെ സ്ഥാനത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കീവേഡ്സിൽ നമ്മളെ ചാനലിൻ്റെ പേര്, ആ പേര് തന്നെ പല രീതിയിൽ നമ്മളവിടെ കീവേഡായിട്ട് കൊടുക്കുക. ബിക്കോസ് ആൾക്കാർ നമ്മളെ ഓഡിയൻസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, നമ്മളെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം പേരിൽ സെർച്ച് ചെയ്യാൻ ചാൻസസ് ഉണ്ടോ ആ ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുക്കണം. ഇപ്പം ക്രിയേറ്റർ സുഗു എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര്. അപ്പം ഞാൻ ആദ്യം അത് കൊടുത്തു, ക്രിയേറ്റർ സുഗു. അത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കീവേഡ് എന്നുള്ളത് ക്രിയേറ്റർ സുഗു തന്നെ, ക്രിയേറ്റർ സ്പേസ് സുഗു. പിന്നെയും എൻ്റർ ചെയ്തു. അപ്പോൾ 2 കീവേഡ് കൊടുത്തു. അതുപോലെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ പല ഓപ്ഷൻസ്, അറ്റ്ലീസ്റ്റ് ഒരു 4-5 ഓപ്ഷൻസ്
അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് അഡ്വാൻസ് സെറ്റിങ്സിലേക്ക്. ഈ അഡ്വാൻസ് സെറ്റിങ്സിൽ ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയ കുട്ടികൾക്ക് ഉള്ളതാണോ, അതായത് ഈസ് ഇറ്റ് ഫോർ ചിൽഡ്രൻ ഓർ കിഡ്സിന് ഉള്ളതെങ്കിൽ നമ്മൾ യെസ് ചെയ്യുക. ഓക്കെ, കിഡ്സിന് എല്ലാന്നുണ്ടെങ്കിൽ നോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ നോ സെലക്ട് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഫീച്ചർ എലിജിബിലിറ്റീസ്. ഫീച്ചർ എലിജിബിലിറ്റിയിൽ ഇത് എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, പലരും മിസ് ചെയ്യുന്ന ഒരു സെറ്റിങ്സാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എനേബിൾഡ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഇൻ്റർമീഡിയറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് എനേബിൾ ആവുള്ളൂ. ഇപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ഫോൺ നമ്പർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചില ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ലോങ്ങർ ദാൻ 15 മിനിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കസ്റ്റം തംബ്നെയിൽസ് നമുക്ക് കസ്റ്റം ഡിസൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ വെരിഫൈഡ് ആയിരിക്കണം. അപ്പോൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്ന പ്രൊസീജിയർ ഞാൻ ഇപ്പം അത് ചെയ്ത് കാണിക്കുന്നില്ല, ബട്ട് ഐ വിൽ ജസ്റ്റ് ബ്രീഫ് യു. വെരിഫൈ ഫോൺ നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയിൽ നമ്മളെ കൺട്രി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സൈഡിൽ നമ്മളെ മൊബൈൽ നമ്പറും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ ചെയ്യുക. ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മളെ മൊബൈലിലേക്ക് വരും. ആ കോഡ് കൂടി എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫീച്ചർ എന്നുള്ളത് ഇപ്പോൾ എലിജിബിളായിട്ട് കാണിക്കുന്നത് എനേബിൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു എനേബിൾ ചെയ്ത് ഈ സെക്കൻഡ് ഓപ്ഷൻ കൂടി എനേബിൾ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തേർഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് തേർഡ് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ തന്നെ അതാണ്. രണ്ടാമത്തെ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ തേർഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ എന്തെല്ലാമാണ് നമുക്ക് അതിലുള്ള ഫീച്ചേഴ്സ് കിട്ടാൻ പോകുന്നത്. അതിൽ കിട്ടുന്ന മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇതും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം മോണിറ്റൈസേഷൻ തന്നെയാണ്. അപ്പോൾ അത് മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് മെയിനായിട്ട് വീഡിയോ വെരിഫിക്കേഷൻ. അതായത് നമ്മളൊരു റോബോട്ട് അല്ല, നമ്മൾ ഒരു ഹ്യൂമൻ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ വെരിഫിക്കേഷനാണ് ഒരു പ്രൊസീജിയർ. ഓക്കെ, അതാണ് ഏറ്റവും എളുപ്പമുള്ളത്. പിന്നെയുള്ള വാലിഡ് ID അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തത് ചാനൽ ഹിസ്റ്ററി. നമ്മൾ ചാനലിൽ വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് എനേബിൾ ആയിക്കോളും. ഓക്കെ, ബട്ട് പ്രിഫറബിളി ഫസ്റ്റ് ചോയ്സ് നമ്മൾ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ എഗെയിൻ സെറ്റിങ്സിലേക്ക് പോവാം. അതിൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഈ അപ്ലോഡ് ഡിഫോൾട്ട്സിൽ അഡ്വാൻസ് സെറ്റിങ്സ് സെലക്ട് ചെയ്യാം. അഡ്വാൻസ് സെറ്റിങ്സിൽ കാറ്റഗറി, ഈ കാറ്റഗറി എഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇതും പലരും മിസ്സാവലുണ്ട്. അപ്പം നമ്മൾ വീഡിയോസ് എന്ത് കാറ്റഗറിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കോമഡി ആണോ, എഡ്യൂക്കേഷൻ ആണോ, എൻ്റർടൈൻമെൻ്റ് ആണോ, പിന്നെ മ്യൂസിക് ആണോ, അല്ലെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആണോ, ഇങ്ങനെ പല ഓപ്ഷൻസും നമുക്കിവിടെ കാണാം. ഓക്കെ, ആ ഓപ്ഷൻസിൽ നമ്മൾ സബ്ജക്റ്റ് ഏതിലേക്കാണ് ഏറ്റവും നല്ലോണം മാച്ച് ആവുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഒരു സബ്ജക്റ്റ് മാച്ച് ആവുന്ന പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പം പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചോദിക്കുന്നത് ലാംഗ്വേജ് ആൻഡ് ക്യാപ്ഷൻ സർട്ടിഫിക്കറ്റ്. വീഡിയോ ലാംഗ്വേജ് നമ്മൾ ചെയ്ത വീഡിയോ ഏത് ലാംഗ്വേജിലാണ്? അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. നമ്മൾ ഇടുന്ന വീഡിയോസിന് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത് ഏത് ലാംഗ്വേജിലാണ്? അപ്പോൾ സാധാരണ ടൈറ്റിൽസ് അധികം ആളും ഇംഗ്ലീഷിലാണ് കൊടുക്കുക. അതിനിപ്പോൾ വേറെ ലാംഗ്വേജിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് എഗെയിൻ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെറ്റിങ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചാനൽ പേജ് വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ പേജ്. അതിൽ മേലെ നിങ്ങൾക്ക് കാണാം നമ്മൾ ബാനർ ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ബാനറിൻ്റെ താഴെ ക്രിയേറ്റർ സുഖു എന്നുള്ള ചാനലിൻ്റെ പേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹാൻഡിൽ ക്രിയേറ്റർ സുഖു 23 എന്നുള്ള ഹാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ താഴെ കാണിക്കുന്ന ഒരു ഓപ്ഷൻ അപ്ലോഡ് വീഡിയോ എന്നാണ്. അതായത് നമ്മളെ ചാനൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസ് നമുക്ക് 1 by 1 അപ്ലോഡ് ചെയ്യാം. ഒരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള വീഡിയോ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കൂടി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെൽ ഐക്കൺ കൂടി സെലക്ട് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ദാറ്റ് ഞങ്ങൾ ഇടുന്ന ഓരോരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.